മഹാരാഷ്ട്രയിൽ 10 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ NDA 5, ഇന്ത്യ മുന്നണി 5 എന്നുള്ളതാണ്. ജാർഖണ്ഡിൽ NDA പക്ഷേ 3 സീറ്റുകൾക്ക് അധികം ലീഡ് ചെയ്യുകയാണ്. NDA 6 സീറ്റുകളിലും ഇന്ത്യ മുന്നണി 3 സീറ്റുകളിലുമാണ്. ജാർഖണ്ഡിൽ 9 ഇടങ്ങളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ലീഡ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് നോക്കി പോകേണ്ടതുണ്ട് ദേശീയ രാഷ്ട്രീയം എന്തു പറയുന്നു എന്നുള്ളത്. ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങി എന്ന വാർത്ത വരുന്നു. ജാർഖണ്ഡിൽ ഈ 6 കണ്ടിട്ട് തന്നെ അവർ ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. BJP ആസ്ഥാനത്ത് മധുരം അല്ലെ മധുര വിതരണത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന വിവരമടക്കം വരികയാണെങ്കിലും നമ്മൾ വീണ്ടും പാലക്കാട്ടേക്കും ചേലക്കരയിലേക്ക് വന്നാൽ സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും എണ്ണുകയാണ്. പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ കൗണ്ട് പാലക്കാട്ട് NDAക്ക് അനുകൂലമാകുമ്പോൾ ചേലക്കരയിൽ LDFിനാണ് അനുകൂലം. UDF സ്ഥാനാർത്ഥിയേക്കാൾ ഏറെക്കുറെ ഇരട്ടി 51 വോട്ട് UR പ്രദീപിന് ലഭിച്ചപ്പോൾ 28, അത് 50ന്റെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. 51ലേക്ക് UR പ്രദീപ് എത്തിയപ്പോൾ 28 രമ്യ ഹരിദാസിന്. NDA കാൻഡിഡേറ്റിന് K ബാലകൃഷ്ണന് 6 വോട്ട് മാത്രവും എന്നതാണ് ചിത്രം. പാലക്കാട് അനുകൂലമാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ കുറയുകയാണ്. ചേലക്കരയിലും 79ലേക്ക് പ്രദീപ് കുമാറിന്റെ വോട്ടുകൾ കുറയുകയാണ് എന്നുള്ളതാണ്. വയനാട്ടിൽ മാറ്റമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് പോസ്റ്റൽ വോട്ടുകളിൽ തന്നെ സംഖ്യകൾ മാറി മറിയുകയാണ്. ലീഡ് നിലയും ഏകപക്ഷീയമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പാലക്കാട്ട് സർവീസ് വോട്ടുകളുടെ എണ്ണം 61, ഭിന്നശേഷി വോട്ടുകൾ 131, ഹോം വോട്ടുകൾ 721, മൊത്തം 961 വോട്ട്. ഈ പോസ്റ്റൽ വോട്ടിനൊപ്പം തന്നെ ഭിന്നശേഷി വോട്ട് 133, സർവീസ് വോട്ട് 61, ഹോം വോട്ട് 721, അങ്ങനെ അതുകൂടി 961 വോട്ടുണ്ട്. അത് ഒരുമിച്ച് ക്രോഡീകരിച്ച് എണ്ണിയത് പ്രത്യേകമായ ഒരു കൗണ്ടായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു. അതിനൊപ്പം തന്നെ ഇപ്പോൾ ടേബിളുകളിലേക്ക് കടക്കാൻ പോകുന്നു. EVM മെഷീൻ എണ്ണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് രണ്ടിടത്തും നടക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും ആദ്യ റൗണ്ടിലെ അപ്ഡേറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട സമയത്തിലേക്ക് എത്തുന്നു. 8:13 കഴിഞ്ഞ് 8:15 എത്തുമ്പോൾ ആദ്യ റൗണ്ടിലെ ആ കൗണ്ട് എത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും